സ്കിൻ കെയർ ചെയ്യാറുണ്ടോ? ഉണ്ടാകും. മന്ത്ലി മെയിൻ്റെനൻസ് ചെയ്യാറുണ്ട്. എന്താണ് ഈ മന്ത്ലി മെയിൻ്റെനൻസ്? എന്താണ് ഈ സ്കിൻ കെയർ? ഈ മന്ത്ലി മെയിൻ്റെനൻസും സ്കിൻ കെയറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാൽ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ സ്കിൻ കെയറും അതേപോലെ തന്നെ മന്ത്ലി മെയിൻ്റെനൻസും ചെയ്യുന്ന ആളുകളുണ്ടാകും, ചെയ്യാത്ത ആളുകളുണ്ടാകും. ശരിക്കും എന്താണ് ഈ മന്ത്ലി മെയിൻ്റെനൻസ്? അപ്പം നമുക്ക് മന്ത്ലി മെയിൻ്റെനൻസും ഡെയിലി ഉള്ള നമ്മുടെ സ്കിൻ കെയറും തമ്മിലുള്ള വ്യത്യാസം കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ പറയുന്നത് ഡെയിലി നമുക്ക് ചെയ്യുന്ന സ്കിൻ കെയറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. സ്കിൻ കെയറിലാണ് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ AM/PM റൂട്ടീൻ ചെയ്യുന്നുണ്ടല്ലോ, ഇത് സ്കിൻ കെയറിൽ വരുന്ന കാര്യമാണ് കേട്ടോ. രാവിലെ എണീക്കുക, നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, ടോണർ ഇടുക, സെറം യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഡെയിലി സ്കിൻ കെയറിൽ വരുന്ന ഒരു കാര്യമാണ്, സ്കിൻ കെയറിൽ വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് മന്ത്ലി മെയിൻ്റെനൻസിനെ കുറിച്ചിട്ടാണ്. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഈ മന്ത്ലി മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് വലിയ സംഭവം ഒന്നല്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ മന്ത്ലി, മാസത്തിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന എന്തൊക്കെയാ, കുറച്ചധികം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഈ മന്ത്ലി മെയിൻ്റെനൻസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹോം ബേസ്ഡും ഒന്ന് നമുക്ക് പുറമെ പോയിട്ടും, അതായത് പാർലറിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അത് നമ്മുടെ കംഫർട്ടബിളിനനുസരിച്ച് എങ്ങനെയാണോ അതേപോലെ ചെയ്യാവുന്നതാണ്. ഞാൻ അധികം വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഈ മന്ത്ലി മെയിൻ്റെനൻസും പരിപാടികളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ മന്ത്ലി മെയിൻ്റെനൻസിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക നോക്കിയാലോ. മന്ത്ലി മെയിൻ്റെനൻസിൽ നമ്മൾ ആദ്യം തന്നെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ സ്പാ ആണ് കേട്ടോ. ഹെയർ സ്പാ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പുറമെ പോയി ചെയ്യാവുന്നതാണ്. ഹെയർ കെയർ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഹെയറിൽ നന്നായിട്ട് ഓയിലൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ മസാജറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മന്ത്ലി മെയിൻ്റെനൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന. നമ്പർ 2, രണ്ടാമത്തെ കാര്യം സ്ക്രബ് ഇടുക എന്നുള്ളതാണ് കേട്ടോ. ഫുൾ ബോഡിയിൽ ഒരു സ്ക്രബ് അങ്ങോട്ടേക്ക് കൊടുക്കുക. അതായത് ഒരു എണ്ണ തേച്ച് വിശാലമായിട്ടുള്ള ഒരു കുളിയാണ് ഈ മന്ത്ലി മെയിൻ്റെനൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്ക്രബ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മന്ത്ലി മെയിൻ്റെനൻസ് തന്നെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ബോഡി പാക്കുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ എൻഡ് സ്ക്രീനിൽ ഞാൻ കുറച്ച് വീഡിയോസ് കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ അധികം ഈ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടം. ഈ സ്ക്രബും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം. സൺ ടാൻ മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിലെ ഡെഡ് സെല്ലൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ക്രബ് യൂസ് ചെയ്തിട്ട് മന്ത്ലി 1 ടൈം ഈ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് വേറെ ഒന്നല്ല, പെഡിക്യൂറും മാനിക്യൂറും ആണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് പുറമെ പോയി ചെയ്യുന്നതായിരിക്കും ഇത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറമെ പോയി ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നന്നായിട്ട് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാമല്ലോ അല്ലേ. അത് അവർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. മസാജ് ചെയ്ത സമയത്തൊക്കെ നല്ലൊരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ്. വീട്ടിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ചെയ്യണമല്ലോ. കാല് വെള്ളത്തിൽ ഇറക്കി വെച്ച് നമ്മൾ തന്നെ കഴുകണം, നമ്മൾ തന്നെ ഒക്കെ റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പോൾ പുറത്ത് പോയി ചെയ്യുന്നതായിരിക്കും ഒന്നിനും ബെറ്റർ ആയിട്ടുണ്ടാവുക എന്നുള്ളത്. എങ്ങനെയാണെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പെഡിക്യൂറും മാനിക്യൂറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ കാലിൽ ഈ വിള്ളലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. പിന്നെ അതേപോലെ മാനിക്യൂർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ടാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, നമ്മൾ റെമഡീസ് ഒന്നും യൂസ് ചെയ്തിട്ട് പോകുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനിക്യൂർ ചെയ്യാം. നമ്മുടെ വിരലുകളുടെ ഭംഗിക്കും നഖങ്ങളുടെ സംരക്ഷണത്തിനും ഒക്കെ നമുക്ക് മാനിക്യൂറും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ വേണം വേണ്ട എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഷേവിങ്, വാക്സിങ് അല്ലെങ്കിൽ ട്രിമ്മിങ് എന്ന് പറയുന്നത്. മന്ത്ലി 1 ടൈം ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഷേവിങ് ആണ് താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് അത് ചെയ്യാം. വാക്സിങ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ട്രിം ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് മന്ത്ലി മെയിൻ്റെനൻസിൽ ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. ട്രിമ്മിങ് ആണെങ്കിലും വാക്സിങ് ആണെങ്കിലും ഷേവിങ് ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ സ്കിൻ കെയറും ബോഡി മെയിൻ്റെനൻസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യേണ്ട ഒരു ശീലമാണ്. നമ്മുടെ മന്ത്ലി മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് മാസത്തിലൊരിക്കൽ നമുക്ക് സ്വയമായിട്ട് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ആണ്.
മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. മന്ത്ലി മെയിൻ്റെനൻസ് നിങ്ങൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എൻ്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലുമൊക്കെ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.